ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉത്രാട ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പതിവ് പോലെ നമ്മൾ നേരത്തെ എണീച്ച് വിളക്ക് വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് പുറത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം കുറച്ച് പച്ചക്കറിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് എല്ലാം കൂടെ ചെയ്യാനാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ രാത്രി എന്താ പറയുക, നമ്മുടെ പായസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മളിനി ഉച്ചയാവുമല്ലോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ അത് കേട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ രാത്രി നല്ലപോലെ തിളപ്പിച്ച് നമ്മുടെ അടയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ എന്നാലും നമ്മൾ രാവിലെ ഒന്ന് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കേട് വരാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പായസമൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് ഞാനതൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള പൂവൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം അവിടെ റെഡിയാക്കി അതിന് ശേഷം നമ്മൾ ചായ വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലപോലെ തന്നെ ഉത്രാടം ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ ചായയെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ഇനിയും കുറച്ചുകൂടെ പച്ചക്കറികളൊക്കെ മുറിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പച്ചക്കറിയൊക്കെ മുറിച്ച് വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് വെക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തയച്ചിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ചായ റെഡിയായപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ആറ്റി പിന്നെ അതിന് ശേഷം ചായയൊക്കെ കുടി കഴിഞ്ഞു കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ അക്ഷയ പൂവൊക്കെ ഇടുന്ന തന്നെയാണ് കേട്ടോ. പൂവൊക്കെ ഇടുന്നത് നമ്മൾക്ക് കൂടെ നിൽക്കുക പറഞ്ഞാൽ രാവിലെ വെച്ചാൽ ഒരുപാട് ജോലികളുള്ള കാരണം പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ അതിന് ശേഷം വന്നിട്ട് എല്ലാവരുടെയും ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്താ പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഉത്രാടും അതുപോലെ കതിരും പുത്തിരിയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് കാവിൽ പോകാൻ വേണ്ടിയിട്ട്. കാവിലാണ് കേട്ടോ നിറ പുത്തിരിയും അതുപോലെ കതിരൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് റെഡിയായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഉത്രാട ദിവസത്തെ ഒരു കുഞ്ഞു പൂക്കളം. അതിന് ശേഷം ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഓണക്കോടി. അപ്പം നമ്മൾ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് റെഡി ആയിട്ടുണ്ട് കാവിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ സാരി ലുക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ റെഡിയായി. അതിന് ശേഷം ഏട്ടൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അക്ഷയും അശ്വിനും എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ കാവിലത്തെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും അതിൻ്റെ കുറേ വീഡിയോയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഒരു ഹായും അതുപോലെ ഓണാശംസകളൊക്കെ നമ്മൾ നേർന്നിരിക്കുകയാണ്. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ റെഡിയായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൗലിക്കുട്ടി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് നോക്കുമ്പോണ്ട് നമ്മുടെ പൈക്കോ മുകളിലിരിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കിയിട്ട്. പിന്നെ നമ്മൾ കാവിലെ നമ്മുടെ പുത്രിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. ജീവിതത്തിൽ അതൊക്കെ അങ്ങനെ ഉണ്ടാവും.
നടന്നടാ നടന്നോ നടന്നു അയല വേണം അയല ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മൾ കാവുന്ന് കതിരൊക്കെ വാങ്ങി തിരിച്ച് വന്നു കേട്ടോ. തിരിച്ച് വന്ന ഉടനെ നമ്മുടെ അശ്വിൻ മുണ്ടൊക്കെ അഴിച്ച് വെച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ വാതിലൊക്കെ തുറന്ന് അതിന് ശേഷം നമ്മുടെ പൂജാ റൂമൊക്കെ തുറന്ന് പിന്നെ വിളക്കെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കതിര് ഉള്ളിലേക്ക് കൊണ്ടുവരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിളക്കെല്ലാം ഒന്ന് കൊളുത്തി എടുക്കുന്നുണ്ട്. പിന്നെ വിളക്കൊക്കെ കൊളുത്തി എന്നിട്ട് വേണം കതിര് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കാവിൽ പോകുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് ഓണം ഒരുപാട് എന്താ പറയുക, ചിങ്ങമാസം ഒടുവല്ലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാവരുടെയും കതിരൊക്കെ പുത്തിരിയും കതിരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മുടെ കാവിൽ ഇപ്രാവശ്യം തിരക്ക് വളരെ കുറവായിരുന്നു. അങ്ങനെ നമ്മൾ ഇപ്പോഴാണ് കേട്ടോ, എപ്പോഴും ഉത്തരാടത്തിനാണ് നമ്മൾ കാവുന്നാണ് എപ്പോഴും കതിര് വാങ്ങാറുള്ളത്. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെയാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ടത് കേട്ടോ. അങ്ങനെ വേഗം തന്നെ നമ്മൾ വിളക്കെല്ലാം കൊളുത്തി അതിന് ശേഷം നമ്മളത് ഉമ്മറത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഏട്ടൻ കതിരും കൊണ്ട് വെളിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കതിരും വിളക്കുമായിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കതിര് ഉമ്മർത്തും അതുപോലെ നമ്മുടെ ദൈവറൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വിളക്ക് കൊണ്ട് വെച്ചു. അതിന് ശേഷം നമ്മുടെ കതിരും അവിടെ വെച്ച് 1 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ നമ്മളതെടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം എടുക്കുകയല്ല, കഴിഞ്ഞ കൊല്ലം വെച്ചിട്ടുള്ള കതിര് നമ്മളിപ്പോൾ പേർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഉമ്മർത്തിയും ഉണ്ട്. അപ്പോൾ രണ്ടും നമ്മളത് എടുത്ത് മാറ്റുന്നുണ്ട്. എടുത്ത് മാറ്റിയിട്ട് ഇനി അവിടെ പുതിയത് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള കതിര് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. 1 വർഷം ആ കതിര് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ രണ്ടും നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വളം കൊണ്ടുവന്നിട്ട് പുതിയത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഏട്ടൻ വളമൊക്കെ കൊണ്ടുവന്നിട്ട് നിൽക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വേഗം പോയി അതിന് 2 കതിരെടുത്തിട്ട് വന്നിട്ട് നമ്മുടെ ആദ്യം തന്നെ ദൈവ റൂമിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഭക്ഷണം നമ്മളൊക്കെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു, കഴിച്ചിട്ടില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അക്ഷയൊക്കെ വെച്ചിക്കൊണ്ട് പറഞ്ഞപ്പോൾ അക്ഷയ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ദൈവ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള കട്ട്ലിയിൽ നമ്മുടെ കതിരൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉമ്മർത്തുള്ള കട്ട്ലിയിലും കൂടെ നമ്മുടെ കതിര് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കതിരെല്ലാം വെച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണേ. അക്ഷയ ഭക്ഷണം കഴിച്ചു, ഞാനും ഏട്ടനും അശ്വിനും കൂടെ ഭക്ഷണം കഴിക്കണേ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്മാവാണ്. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ ഉപ്മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ വരുന്ന സമയത്ത് നേരം വൈകുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കുക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വേഗം തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറികൾ നമ്മൾ പൂരാടത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, വേണമെന്നുള്ളവർ കണ്ടു നോക്കുക. പിന്നെ നമ്മൾ ഉത്രാടത്തിന് കുറച്ച് കറികൾ കൂടെ വെക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ ആക്കി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ കൈയോടെ അവിടെ നിന്ന് തന്നെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. വെറുതെ പച്ചക്കറി നുറുക്കി വെച്ചാണ്, അപ്പോൾ അതുകൊണ്ട് കൈയോടെ വേഗം തന്നെ കഴുകി നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കൂട്ടാനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ സൈഡിൽ നമ്മൾ എന്താ പറയുക, മത്തനെലിശ്ശേരിക്കുള്ളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം 3 അടുപ്പിലായിട്ട് നമ്മൾ നമ്മുടെ കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ കറികളും റെഡിയാക്കി നമ്മുടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടാലോ. ആദ്യം തന്നെ നമുക്ക് കാവുന്ന് കിട്ടിയിട്ടുള്ള പുത്തരി പായസമാണ് കേട്ടോ. പിന്നെ നമ്മുടെ പയറും കായയുടെ തൊലിയും വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. പിന്നെ നമ്മുടെ മാങ്ങ അച്ചാർ, എപ്പോഴും നാരങ്ങ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്, ഇപ്രാവശ്യം മാങ്ങയാക്കി നമ്മൾ. പിന്നെ നമ്മുടെ ഇഞ്ചിപ്പുളി, അതുപോലെ തന്നെ കാളൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മത്തനെലിശ്ശേരി, പിന്നെ അതുപോലെ രസം ഉണ്ടാക്കിയിട്ടുണ്ട്. പരിപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, സിമ്പിളായിട്ടുള്ള രസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശർക്കര വെട്ടുപ്പേരി, ചിപ്സ്, പിന്നെ പഴം തേങ്ങയൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ചേർത്ത് വാട്ടിയെടുത്താണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടപ്പായസം നമ്മൾ നല്ലപോലെ തന്നെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കേടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതുകൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ പപ്പടം നമ്മൾ കാച്ചിയെടുത്തിട്ടുണ്ട്.
പിന്നെ ഏകദേശം കറികളെല്ലാം റെഡിയായി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ചോറൊക്കെ റെഡിയാക്കി വെച്ചു. അതിന് ശേഷം നമ്മൾ പിന്നെ ആദ്യം തന്നെ നമ്മൾ വിളക്കിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സദ്യവട്ടങ്ങളൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അത് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമുക്ക് വിളമ്പിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളത്. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് വിളക്കെല്ലാം കൊളുത്തി ഇലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അശ്വിനും അക്ഷയും കൂടെ അവിടെ വെച്ചിട്ടുള്ള നമ്മുടെ കറിപ്പാത്രങ്ങളെല്ലാം നമ്മുടെ അടുത്തുകൊണ്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ കൊണ്ട് വെച്ചതിന് ശേഷം നമ്മളിതെല്ലാം വിളമ്പിയിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും കൂടെ അതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മളെല്ലാം കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങളും കൊണ്ട് വെച്ചു. ഇലയൊക്കെ ഇട്ട് വിളക്കിനൊക്കെ വിളമ്പി കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം നമുക്ക് കഴിക്കാനും കൂടിയിട്ട് നമ്മൾ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അശ്വിന് ഇല ഏത് വേണം ചോദിക്കുകയാണ് കേട്ടോ. അശ്വിൻ ഒരു കറികളും കഴിക്കില്ല, പക്ഷെ അവന് കഴിക്കുമ്പോൾ വലിയ ഇല തന്നെ വേണം കേട്ടോ. അപ്പം നമുക്ക് ഇലയ്ക്ക് കുറച്ച് ക്ഷാമമാണ് കേട്ടോ. ഇല പറയുമ്പോൾ ഇലയുണ്ട്, പക്ഷെ അതെല്ലാം കേടായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇല അധികം നമുക്ക് കിട്ടാനില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് കുഞ്ഞിലകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ഭക്ഷണങ്ങളെല്ലാം ഒന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു സദ്യയാണ് കേട്ടോ. അധികം വിഭവങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ നമുക്ക് സദ്യ വിളമ്പാനൊരു ഇതാണല്ലേ, അങ്ങനെ ഇതുപോലെ ഇങ്ങനെ കുമ്പിട്ട് നിന്ന് വിളമ്പുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണല്ലേ. ഇരുന്ന് വിളമ്പുമെന്നാണ് ഒരു സുഖമല്ലേ. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുത്തു. അതിന് ശേഷം പിന്നെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ എല്ലാം വിളമ്പിയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് നമുക്ക് നിന്ന് വിളമ്പുക പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ കറികളെല്ലാം വിളമ്പി കൊടുത്തു. അതിന് ശേഷം ചോറ് വിളമ്പി കൊടുത്തു. പിന്നെ നമ്മുടെ എലിശ്ശേരി, പപ്പടം, വെള്ളം എല്ലാം വിളമ്പിയതിന് ശേഷം നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പോരാത്തതിന് നമുക്ക് പുത്തിരി ആയ കാരണം തന്നെ ഒരു സദ്യയോട് കൂടിയിട്ടാണല്ലോ എപ്പോഴും പുത്തിരി കഴിക്കേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും ഉത്രാടത്തിന് നമ്മുടെ കാവിലാണ് കേട്ടോ കൊടുക്കാറുള്ളത്. പണ്ടൊക്കെ പറയുമ്പോൾ നമ്മുടെ പുത്തിരി കഴിക്കുക പറയുമ്പോൾ ഭയങ്കര പ്രാധാന്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ കാണിച്ച എല്ലാ ഐറ്റംസും നമ്മുടെ ഇലയിലേക്ക് നമ്മൾ വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സദ്യ കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പുത്തിരി കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ കറികളും ചോറും നമ്മുടെ പുത്തിരി പായസവും പപ്പടവും പഴവും എല്ലാം കൂടെ ഓരോ പൊട്ട് എടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് ആദ്യം കഴിക്കണം. അത് ഒരുമിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുകയും വേണം കേട്ടോ. അങ്ങനെയാണ് കേട്ടോ നമ്മൾ പുത്തിരി കഴിക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നമ്മുടെ ഉത്രാട സദ്യയൊക്കെ പുത്തിരിയോട് കൂടിയിട്ട് വളരെ ഭംഗിയായിട്ട് കഴിക്കാൻ നമുക്കായി കേട്ടോ. അപ്പോൾ നമ്മുടെ ഉത്രാട സദ്യയും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.